വെട്ടിയെറിഞ്ഞിട്ടും മുറിവ് കൂടി ഉയർത്തെഴുന്നേൽക്കുന്ന സഖാവ് ടി.പി. ചുവപ്പ് അത് ആരുടെയും തറവാട്ട് സ്വത്തല്ലെന്ന് മരിച്ചിട്ടും ഒരിക്കൽ കൂടി ഉറക്കെ പറയുന്ന ടി.പി. സഖാവ് ലാൽ സലാം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ശരിവെക്കുകയും 2 പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടത് റദ്ദാക്കുകയും ചെയ്ത ഹൈക്കോടതി വിധിയിൽ പ്രതികരിക്കുകയാണ് നടൻ ഹരീഷ് പേരടി. ചുവപ്പ് അത് ആരുടെയും തറവാട്ട് സ്വത്തല്ലെന്ന് മരിച്ചിട്ടും ഒരിക്കൽ കൂടി ഉറക്കെ പറയുന്ന ടി.പി. എന്നാണ് ഹരീഷ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. വെട്ടിയെറിഞ്ഞിട്ടും മുറിവ് കൂടി ഉയർത്തെഴുന്നേൽക്കുന്ന സഖാവെന്നും ടി.പി. ചന്ദ്രശേഖരനെ വിശേഷിപ്പിക്കുകയാണ് ഹരീഷ് പേരടി. 11 പ്രതികളുടെ ജീവപര്യന്തം തടവ് ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി 2 പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടത് റദ്ദാക്കിക്കൊണ്ട് ശിക്ഷാവിധി വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ്. 9 കുറ്റവാളികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി അവരെ കോടതിയിൽ ഹാജരാക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ കുറ്റവിമുക്തനാക്കിയ നടപടി ശരിവെക്കുകയും ചെയ്തു. CPM ഓഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായ KK കൃഷ്ണൻ, കണ്ണൂർ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഈ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റെ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികളായ MC അനൂപ്, കീർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, K ഷിനോജ്, KC രാമചന്ദ്രൻ, 11ാം പ്രതി ട്രൗസർ മനോജ്, 13ാം പ്രതി PK കുഞ്ഞനന്ദൻ, 18ാം പ്രതി വാഴപ്പിടിച്ച് റഫീഖ് എന്നിവരുടെ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഹൈക്കോടതി ഇക്കഴിഞ്ഞ ദിവസം ശരിവെച്ചത്. 31ാം പ്രതി ലംബു പ്രദീപിന്റെ 3 വർഷം തടവ് ശിക്ഷയും നിലനിൽക്കും. വിചാരണ കോടതി ഒഴിവാക്കിയ ഗൂഢാലോചന കുറ്റം 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7ാം പ്രതിക്കും അധികമായി തന്നെ ചുമത്തിയിരിക്കുകയാണ്. വാഴപ്പടിച്ച് റഫീഖിന്റെ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കി. ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ കുഞ്ഞനന്ദൻ 2020 മരിച്ചതിനാൽ അയാൾക്കെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കുമെന്നാണ് വിവരങ്ങൾ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലും പി മോഹനൻ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ MLA നൽകിയ അപ്പീലും ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചിരുന്നു. രമയുടെ അപ്പീൽ ഭാഗികമായി അനുവദിച്ചാണ് കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും വെറുതെ വിട്ട നടപടി റദ്ദാക്കിയത്. മറ്റ് പ്രതികളുടേതിന് സമാനമായ ശിക്ഷയാണ് ഇനി ഇവർ നേരിടേണ്ടി വരിക. നമുക്കറിയാം, RMP നേതാവായിരുന്ന ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ വളരെ സുപ്രധാന വിധിയാണ് ഇക്കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ടി.പി. കേസിലെ 10ഉം 12ഉം പ്രതികളായിരുന്ന CPM ഓഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ, കുന്നോത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു എന്നിവർ നൽകിയ അപ്പീൽ കോടതി തള്ളുകയായിരുന്നു. തുടർന്നാണ് ഈ പ്രതികളെ വെറുതെ വിട്ടത് റദ്ദാക്കിയത്. മാത്രമല്ല, എല്ലാ പ്രതികളും ഈ മാസം 26-ന് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. അന്ന് തന്നെയായിരിക്കും ഈ പ്രതികളുടെ ശിക്ഷ വിധിക്കുന്നതെന്നും കോടതി അറിയിച്ചിരിക്കുകയാണ്. ശിക്ഷിക്കപ്പെട്ട മറ്റു പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ അപ്പീൽ ചെയ്തത്. അന്ന് കോടതിയുടെ വിധി പറയുമെന്നാണ് വിവരങ്ങൾ. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ വെറുതെ വിട്ടത് ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. അന്തരിച്ച PK കുഞ്ഞനന്ദനെ ശിക്ഷിച്ചതും ശരിവെച്ചു. ശിക്ഷാവിധി ചോദ്യം ചെയ്ത് പ്രതികളും കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട സർക്കാർ നൽകിയ ഹർജികളാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചിരിക്കുന്നത്. CPM നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെ ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ നൽകിയ അപ്പീലും കോടതി പരിഗണിച്ചു. അതായത് FIR-ലില്ലാത്ത പലരെയും പ്രതിക്കൂട്ടിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ വാദിച്ചത്. ചില പ്രതികൾക്ക് നൽകിയ ശിക്ഷ കുറഞ്ഞുപോയെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും സർക്കാരിന്റെ അപ്പീൽ ആവശ്യപ്പെട്ടു. 12 പ്രതികൾ ശിക്ഷാവിധിക്കെതിരെ നൽകിയ അപ്പീലും പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലും CPM നേതാവ് പി മോഹനൻ അടക്കമുള്ളവരെ കേസിൽ വെറുതെ വിട്ടതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ MLA നൽകിയ അപ്പീലുമാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. നേരത്തെ തന്നെ വിചാരണ കോടതിയാണ് 12 പേരെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. ഇവരുടെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതികൾ ഹൈക്കോടതിയിലെത്തിയത്. എന്നാൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. പി മോഹനൻ അടക്കം വെറുതെ വിട്ട 24 പേരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. 36 പ്രതികളുണ്ടായിരുന്ന കേസിൽ കൊലയാളി സംഘങ്ങളെ 7 പേരടക്കം 12 പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.